അവിടെ എല്ലാരും നല്ല സന്തോഷത്തിലിരിക്കല്ലേ? ഭാനു, കാര്യങ്ങളൊക്കെ നിനക്കിപ്പോ മനസ്സിലായില്ലേ? അമ്മയുടെ പേരിലുള്ള സ്വത്തിൽ കണ്ണ് വെച്ചിട്ട് അച്ഛനും മോനും കൂടി ക്രിയേറ്റ് ചെയ്താ നിന്നോട് അവനുള്ള പ്രണയം. മനസ്സിലായി ചേച്ചി. അവൻ എന്നെ വലിയൊരു ട്രാപ്പിലപ്പെടുത്താൻ നോക്കിയത്. ഒരു കാര്യം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. അവൻ ഇനി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തെളിവുകളും കൊണ്ട് വന്നേക്കാം. പക്ഷെ നീ അടിപതറി പോരുത് ഭാനു. സ്നേഹത്തിന്റെ പേരിലായാലും ത്യാഗത്തിന്റെ പേരിലായാലും പകയുടെ പേരിലായാലും അറിഞ്ഞുകൊണ്ടാരും സിംഹത്തിന്റെ കൂട്ടിൽ പോവില്ല. അതുപോലെയാ അവന്റെ ജീവിതത്തിലേക്ക് നിന്നെ കുരുതി കൊടുക്കുന്നത്. ഇവിടെ നിന്റെ ഭാഗത്തുനിന്നും യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് 100% ഈ ചേച്ചിക്ക് ഉറപ്പുണ്ട്. മോളെ, എനിക്കത് മാത്രം മതി ചേച്ചി. മറ്റാരും എനിക്ക് ബോധ്യപ്പെടുത്താനില്ല. ഒരിക്കലും മുന്നോട്ട് പോയില്ലെന്നും പാതി വഴിയിൽ വേർപിരിയേണ്ടി വരുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റിയാല് പിന്നെ ആരെങ്കിലും ആ ബന്ധത്തിന് താല്പര്യം കാണിക്കോ ഭാനു? അതുപോലെയാവും ജയേഷിനെ കൊണ്ട് നിന്നെ വിവാഹം ചെയ്യിപ്പിക്കുന്നത്. ഇന്നലെ രാത്രി അവൻ വേറൊരു നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു ചേച്ചി. അവൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് താല്പര്യം എന്ന് പറഞ്ഞു. ഞാൻ നല്ല മറുപടിയും കൊടുത്തു. അപ്പൊ അവൻ പറയാ, ചേച്ചിക്ക് അവന്റെ മൊബൈൽ ഫോൺ മാത്രമേ നശിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന്. തെളിവുകൾ ഇപ്പോഴും അവന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന്. ഭാനു, നീ എന്താ എന്നെ അപ്പൊ തന്നെ വിളിച്ച് വിവരം പറയാത്തത്? ചേച്ചി അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. പിന്നെ ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ വിളിക്കായിരുന്നത്. എന്താ ഭാനു, നിനക്ക് ഏത് സമയത്തും എന്നെ വിളിച്ചൂടെ? ഭാനു, അവൻ ഇനിയും ഇതുപോലെ പല രീതിയിലും നിന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മോളെ, നിന്നെ തളർത്താനും ശ്രമിക്കും. ഒരിക്കലും ഇല്ല ചേച്ചി. അവനതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അവനോടുള്ള വെറുപ്പ് കൂടിയിട്ടേ ഉള്ളൂ. അതെ മോളെ, എവിടെയാ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുന്നത്? ഓരോ പെൺകുട്ടിയും നിന്നെ പോലെ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ആത്മഹത്യയുടെ എണ്ണം കുറഞ്ഞേനെ. ഇതുപോലുള്ള ദുഷ്ടന്മാരുടെ ഒപ്പം ജീവിതം തുടങ്ങി വഴിമുട്ടുമ്പോഴാ ഓരോ അമ്മമാരും മക്കളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ഇറങ്ങുന്നത്. വിവാഹത്തിന് മുൻപായാലും ശേഷമായാലും മുന്നോട്ട് പോവില്ല എന്ന് കണ്ടാൽ വലിച്ചെറിയണം. അതിന് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവനാണെങ്കിലും. വ്യക്തിത്വം ഇല്ലാത്തവരോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റയ്ക്ക് പോരാടി ജീവിക്കുന്നതാ. ഇനി അവന്റെ ശല്യം ഉണ്ടാവും ചേച്ചി. അവന്റെ മാത്രമല്ല, അവന്റെ അച്ഛനും വരും. കോടികളുടെ സ്വത്തിന്റെ ഉടമകളാണ് നമ്മളെന്ന് അവര് മനസ്സിലാക്കി കഴിഞ്ഞു. ഭാനു, നീ ധൈര്യമായിട്ടിരിക്കെ. എന്താ ചെയ്യേണ്ടെന്ന് ഈ ചേച്ചിക്കറിയാം. ആദ്യം അവന്റെ മുന്നോട്ടുള്ള നീക്കം എന്താണെന്നറിയട്ടെ. എന്റെ പേരില് ചേച്ചിക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതെനിക്ക് സഹിക്കില്ല. ഒരിക്കലുമില്ല മോളെ. അപ്പോ അച്ഛനും മോനും രണ്ട് കൊടുത്തതിലൊരു തെറ്റുമില്ല. ഞാൻ എങ്ങനെയാ അവരെ തല്ലിയെന്ന് പോലും എനിക്കിപ്പോ ഓർമ്മയില്ല. അത്രമാത്രം ദേഷ്യം ഉണ്ടായിരുന്നു. ഭാനു, ഇനി എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ നീയാണ്. അതിനെ തച്ചുടയ്ക്കാൻ വേണ്ടി ഇനി ഏതവൻ ശ്രമിച്ചാലും ഞാൻ വെറുതെ വിടില്ല. നിന്റെ മനോധൈര്യം ഒരിക്കലും നീ കൈവിടരുത്, അറിയാലോ? ഇപ്പോ ഈ വീട്ടിലൊരു പോലീസുകാരനുണ്ട്, നിന്റെ ഏട്ടൻ. ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിട്ടിട്ട് ഇനി എന്തുണ്ടെങ്കിലും ഭരതനെ നീ അറിയിക്കണം. അവൻ നിന്നെ കെയർ ചെയ്തോളും. ശരി ചേച്ചി. ദൈവം നമ്മളെ കൈവിടില്ല എന്ന് പലതവണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ മോളെ? ഇവിടെ നീ 100% നിരപരാധിയാണ്. നീ ഒരാളെ വിശ്വസിച്ചു പോയി. പക്ഷേ അവൻ നിന്നെ ചതിക്കാൻ ശ്രമിച്ചു. ഇത് ചിലപ്പോ കുടുംബിനിയായി എനിക്കും സംഭവിക്കാം. അതാ ഇന്നത്തെ ലോകം.
അതുകൊണ്ട് ദൈവത്തെ മോള് മുറുകെ പിടിച്ചോ. ഒരിക്കലും ദൈവം നിന്നെ കൈവിടില്ല.